പാലക്കാട് വൻ കഞ്ചാവ് വേട്ട 47 കിലോ കഞ്ചാവുമായി 2 പശ്ചിമ ബംഗാൾ സ്വദേശികൾ പിടിയിലായിരിക്കുന്നു. 47.5 കിലോയോളം കഞ്ചാവ് ബംഗാളിൽ നിന്ന് കേരളത്തിലേക്ക് കടത്തുന്നത് പിടികൂടുകയുണ്ടായി. പാലക്കാട് ഇറങ്ങി കണ്ണൂരിലേക്ക് പോകാനുള്ള ഉദ്ദേശത്തിലായിരുന്നു ഇവർ. ഇതിനു മുമ്പും കൊണ്ടുവന്നിട്ടുണ്ട് എന്നാണ് അന്വേഷണത്തിൽ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ നടക്കുന്ന ഈ മയക്കുമരുന്നിനെതിരായിട്ടുള്ള തീവ്രമായിട്ടുള്ള പരിശോധന കർശനമാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് നടന്ന പരിശോധനയിൽ ഇത്ര വലിയ തോതിലുള്ള കഞ്ചാവ് പിടികൂടാൻ സാധിച്ചത്. ശ്രീകുമാരൻ ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് വിവരങ്ങൾ നൽകാൻ. ശ്രീജിത്ത്, ഇതൊരു വലിയ കഞ്ചാവ് വേട്ടയാണോ? 47 കിലോ കഞ്ചാവാണ് പിടികൂടിയിരിക്കുന്നത്. അതിൽ പിടിയിലായിരിക്കുന്നത് 2 പശ്ചിമ ബംഗാൾ സ്വദേശികളും. എവിടെ നിന്നാണ് ഈ കഞ്ചാവ് ഇവരെത്തിക്കുന്നത്? എന്താണ് പോലീസ് പറയുന്നത്, എക്സൈസ് പറയുന്നത്? ഇതൊരു സംയുക്ത പരിശോധനയായിരുന്നു. ഇന്ന് ഏതാണ്ട് രാവിലെയോടുകൂടി എക്സൈസും അതുപോലെ തന്നെ ഇന്റലിജൻസും അതുപോലെ പോലീസും സംയുക്തമായി ചേർന്ന് നടത്തിയ ഒരു പരിശോധനയാണ് ഏറ്റവും ഒടുവിൽ 47 കിലോ കഞ്ചാവ് പിടികൂടുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത്. അതിൽ ലൗലി 34 വയസ്സ്, അതുപോലെ തന്നെ ഷാജർ 35 വയസ്സ്, ഈ 2 പേരാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. ഇവരുടെ ട്രോളി ബാഗിൽ നിന്നാണ് 47 കിലോ കഞ്ചാവ് ലഭിച്ചിരിക്കുന്നത്. ഈ ഷാജർ കണ്ണൂർ ആണ് കുറെ കാലമായി ജോലി ചെയ്യുന്നത്. പശ്ചിമബംഗാൾ സ്വദേശിയാണ്. നിരവധി തവണ ഇത്തരത്തിൽ കടത്തിയിട്ടുണ്ട് എന്ന് പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. RPF ആണ് ഇവരെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലൗലി ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് വരുന്നതെന്നും പറയുന്നു. എന്തായാലും ഈ 2 പേരുടെയും ബാഗുകൾ ഇപ്പോഴും പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ ബന്ധങ്ങളുണ്ടോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. എന്തായാലും അല്പസമയത്തിനകം തന്നെ എക്സൈസിന് ഇവരെ കൈമാറുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഗോപി, ശ്രീകുമാരൻ ആണ് വിവരങ്ങൾ നൽകിയത് പാലക്കാട് നിന്ന്.